ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നേരിടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ എപ്രകാരമാണ് നമ്മൾ പ്രലോഭനത്തെ നേരിടേണ്ടത് എന്നതിന് ഏറ്റവും നല്ല മാതൃക നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. മരുഭൂമിയിൽ തന്റെ മുൻപിലേക്ക് എത്തിയ പ്രലോഭകനെ ക്രിസ്തു നേരിടുന്നത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ നോമ്പുകാലത്ത് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുവാനായിട്ടാണ്. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവവചനം ഉച്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടാകുന്നു. ഒരു മനുഷ്യനും തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ് പ്രലോഭനത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ അതിനാവശ്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ദൈവവചനം ഉച്ചരിച്ചുകൊണ്ട്, ദൈവവചനം വായിച്ചുകൊണ്ട്, ദൈവവചനത്തെ പഠനവിധേയമാക്കിക്കൊണ്ട്, ദൈവവചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട്, അങ്ങനെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കുന്നത് വഴി നമുക്ക് പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കും. അതിന് ഈ നോമ്പുകാലത്തെ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒക്കെ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.